ഹായ് ഹലോ. 32 വീക്സ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എയർ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം എന്നുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ 32 വീക്സ് 1 ഡേ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് എയർ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി വന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ ഫ്ലൈറ്റ് ചെയ്ത ഖത്തർ എയർവേസ് ആണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്കൊരു ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫിറ്റ് ടു ഫ്ലൈ ഫോം എൻ്റെ വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. 32 വീക്സിനുള്ളിൽ നമുക്ക് ഫിറ്റ് ടു ഫ്ലൈ ഫോം മാത്രം മതിയാവും. അതിനുശേഷം മെഡി ഫോം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോം അതിൻ്റെ തൊട്ട് താഴെ വെബ്സൈറ്റിൽ കാണും. അതുകൂടെ നമുക്ക് നീഡഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫിറ്റ് ടു ഫ്ലൈ ഫോം നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ ഫ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഡോക്ടറിനെ കൊണ്ട് നമ്മൾ ഫിൽ ചെയ്യണം. ഞാൻ ഫ്ലൈ ചെയ്തത് UK നിന്നാണ്. അപ്പോൾ UK എൻ്റെ ലോക്കൽ GP ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഫോമുണ്ട്, അന്ന് ഫില്ല് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തു. ഫസ്റ്റ് GP അത് റിഫ്യൂസ് ചെയ്തു. GP പറഞ്ഞു അവർക്ക് അങ്ങനൊരു റൂളില്ല ഫില്ല് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ രണ്ടാമത് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് റീസൺ വേണം, എന്തുകൊണ്ടാണ് നിങ്ങളിത് റിഫ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ GPക്ക് മാത്രമേ നമ്മുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി അറിയുകയുള്ളൂ. മിഡ് വൈഫിന് ഇത് നമുക്ക് ഫിൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് GP തന്നെയായിരിക്കണം ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത്. അങ്ങനെ സെക്കൻഡ് ഇമെയിൽ ചെയ്തപ്പോൾ GP റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഈ ഒരു ഫോം കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ GP പറഞ്ഞു ഓക്കെ, ഇതിനകത്ത് എത്ര വീക്സ് പ്രഗ്നൻ്റ് ആണ്, എനി കോംപ്ലിക്കേഷൻ അതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഫിൽ ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ GP അത് എനിക്ക് ഫിൽ ചെയ്ത് അത് സ്റ്റാമ്പ് ചെയ്ത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് തന്നു. അങ്ങനെ ആ ഒരു ഫോം മാത്രം എനിക്ക് ആവശ്യമായി വന്നുള്ളൂ. ട്രാവലിങ്ങിനിടയിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ലോ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. അങ്ങനെ ട്രാവലിംഗ് എല്ലാം ഓക്കെ ആയിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നമുക്ക് ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുകയില്ല. സിംഗിൾ ക്യാരിയിങ് ആണെങ്കിൽ ഓക്കെയാണ്. ട്വിൻസ് ആണെങ്കിൽ അതിൻ്റേതായ ഓരോ ഫ്ലൈറ്റിനും അതിൻ്റേതായ ഒരു പോളിസീസ് ഉണ്ട്. അത് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കംപ്രഷൻ സോക്സ് നമ്മൾ യൂസ് ചെയ്യുക, അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നീട് നല്ലോണം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ നമ്മുടെ കയ്യിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് സെർവ് ചെയ്യാൻ ഡിലേ ആയാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്നാക്സ്